ഹായ്, 60 വയസ്സ് കഴിയുമ്പോഴുള്ള നമുക്ക് പൈസ കിട്ടാനുള്ള റിട്ടേൺ കിട്ടാനുള്ള രണ്ട് സ്കീം പറയാം. ഒന്ന് NPS, ഒന്ന് മ്യൂച്വൽ ഫണ്ട്. ഈ രണ്ടെണ്ണം നിങ്ങൾ നല്ല പ്രായത്തിൽ തുടങ്ങിയിടുവാണെങ്കിൽ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാം. NPS ആണെങ്കിൽ നിങ്ങൾക്ക് 60% വിഡ്രോ ചെയ്യാം, 40% നമുക്ക് പെൻഷനായിട്ട് കിട്ടും. മ്യൂച്വൽ ഫണ്ടും നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു 2000-3000 രൂപ വെച്ച് നിങ്ങൾക്ക് അതിൽ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ട് ആയാലും ആ ബാങ്കിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPSഉം മ്യൂച്വൽ ഫണ്ടും ചെയ്യാവുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 60 വയസ്സ് കഴിയുമ്പോൾ നല്ല പൈസ കിട്ടും. 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പണിക്ക് പോകണ്ട, റിട്ടയർമെന്റ് ഹാപ്പി ആയിട്ട് കൊണ്ട് നടക്കാം. മക്കളോട് പോലും ചോദിക്കേണ്ട ഒരു 50-100 തരാമോ എന്ന്. നിങ്ങൾ നല്ല പ്രായത്തിൽ മക്കൾക്കും ഭാര്യയ്ക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം നിങ്ങൾ പൈസ മുടക്കും. അവസാനം നിങ്ങൾക്ക് റിട്ടയർമെന്റ് ആകുമ്പോൾ അവരാരും തിരിച്ചു തരത്തൊന്നുമില്ല. ഇനിയുള്ള തലമുറ എങ്ങനെയുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന പൈസ സേവ് ആക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ ജോലിയുള്ളവർക്ക് നമുക്കറിയാം PF കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരും തുടങ്ങിക്കും. നിങ്ങൾക്ക് PFലും 60 വയസ്സ് കഴിയുമ്പോൾ കിട്ടും. പക്ഷെ അതുപോലെ NPSഉം തുടങ്ങിയാലും നിങ്ങൾക്ക് പക്ഷെ പെൻഷൻ ഏതിലും ഒന്നേ കിട്ടുള്ളൂ കേട്ടോ, അത് ഓർത്തോണം. നല്ലപോലെ ഇതുപോലെ ചെയ്ത് സേവിങ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. ഇതൊക്കെ ചെയ്യുക. അല്ലാതെ കിട്ടുന്ന പൈസ ഫുഡ് അടിക്കുക 60 വയസ്സ് കഴിയുമ്പോൾ തെണ്ടും.